മീര സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അയച്ചു എന്ന് എന്നോട് പറഞ്ഞു. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേക്കാൻ പറയാൻ വന്നതാ. ഹായ് ഫ്രണ്ട്സ്, എന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ? ഞാൻ വളരെ ഹാപ്പിയാ. കാരണം എന്റെ കല്യാണം നടക്കാൻ പോവാ. അപ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു സംശയം തോന്നും, എന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതല്ലേ, വീഡിയോ ഒക്കെ കണ്ടതല്ലേന്ന്. അത് വേറൊരു കഥയാ. ഈശ്വര, എന്തൊക്കെയായി പറയുന്നേ? ഒരു മഞ്ഞ പത്രക്കാര് സംഘടിപ്പിച്ച താലികെട്ട് നാടകം. ഇപ്പതാ എന്റെ അച്ഛനമ്മമാര് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം. പക്ഷേ വരനെ കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാട്ടോ. വർഷങ്ങളായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഇവളെന്താ ഈ പറയുന്നേ? വരനാരാണെന്നറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. MLA സിദ്ധാർത്ഥ് ചന്ദ്രോത്തിന്റെ മകൻ നന്ദൻ. നന്ദനുമായിട്ടുള്ള എന്റെ വിവാഹം ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നടക്കാൻ പോവാ. ഇതൊരു പ്രീ വെഡിങ് വീഡിയോ. ബാക്കി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. ബൈ. നന്ദു, തീർന്നു. നമ്മുടെ ജീവിതം തീർന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദേവി, ഒന്നുമില്ല, നീ വിഷമിക്കാതെ. വിഷമിക്കാതെ പിന്നെ എന്ത് ചെയ്യണം ഞാൻ? ഇതിനേക്കാൾ വലുതായി ഇനി എന്ത് വേണം? ലോകം മുഴുവനും അറിഞ്ഞില്ലേ നന്ദന്റെ ഭാര്യ മീരയാണെന്ന്? ദേവി, നീ ഒന്ന് സമാധാനിക്ക്. ഇല്ല നന്ദു, തീർന്നു. ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മീരെ എതിർക്കാനോ ബലരാമൻ അങ്കിളിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഇനി നമുക്ക് പറ്റില്ല. കഴിഞ്ഞു. ദേവികയുടെ ജീവിതം കഴിഞ്ഞു. നീ ഇങ്ങനെ കരയില്ലേ? എന്തിനൊരു പരിഹാരം ഇല്ലേ? അച്ഛൻ തീരുമാനിക്കും എന്ത് വേണോന്ന്. ഇനി എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? മീരെ പിന്തിരിപ്പിക്കാൻ ഇനി പറ്റുമോ? നാട്ടുകാരുടെ മുൻപില് നന്ദന്റെ ഭാര്യ മീരയല്ലേ? ഇതിനി പരിഹാരം കാണാൻ ആർക്കും പറ്റില്ല. ദേവിക, എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഭയുടെ ബുദ്ധിയാ എല്ലാം മീരെ കൊണ്ട് ചെയ്യിക്കുന്നതാവും. അച്ഛാ, ഞാൻ മീരെ കണ്ട് സംസാരിക്കാൻ പോവാ. ഇത് ചതിയാ. എന്റെ ജീവിതം അവളായിട്ട് തകർക്കാൻ പോവാ. വിടില്ല ഞാൻ അവളെ. ഏയ് നന്ദ, വേണ്ട. നിങ്ങൾ രണ്ടുപേരും സമാധാനമായിരിക്കേ. ഇത് എടുത്തുചാടി പ്രതികരിക്കേണ്ട കാര്യമല്ല. അച്ഛാ, 10,000 ആളുകളും ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടു കാണും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എടുത്തുചാടി പ്രതികരിക്കാൻ പാടില്ല എന്ന്. ആൾക്കാരുടെ കയ്യിലേക്ക് ഈ വിഷയം എത്തിക്കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം.
ദേവിയെ സമാധാനിപ്പിക്കും. അച്ഛനൊരു വഴിയുണ്ടാക്കാം. തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ. നോക്കാം. നീ ചെല്ല്. ദേവി, ദേവി, എന്താ ഇത്? എല്ലാം തീർന്നില്ലേ നന്ദു? എന്റെ ജീവിതം കഴിഞ്ഞില്ലേ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് സമാധാനിക്ക് ദേവി. സമാധാനിക്കണോ? നന്ദുന് എങ്ങനെ പറയാൻ കഴിയുന്ന? നന്ദു അവളും കൂടെയുള്ള വിവാഹം അവള് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? ലോകം മുഴുവൻ കണ്ടില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നന്ദുന് അവളെ കല്യാണം കഴിക്കാതെ വേറെ വഴിയില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ദേവി, അവളല്ല ഇതിന്റെ പിറകില്, അമ്മയാ. പിറകിലോ മുൻപിലോ ആരായിട്ട് എന്താ? നാട്ടുകാരും മുഴുവൻ നിങ്ങളുടെ കല്യാണക്കാരും അറിഞ്ഞു. ഇനി നന്ദുന് ഇതിന്ന് മാറാൻ പറ്റില്ല. ഏതിന്ന് മാറാൻ പറ്റില്ലെന്ന്? എന്താ എന്നെ പിടിച്ചോണ്ടേ കെട്ടിക്കോ? ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ട് അവൾ അതും ചെയ്യും. അപ്പോഴും സമാധാനപ്പെടുന്നു അമ്മയാണ് ഇതിന്റെ പിറകിലെന്നും പറഞ്ഞ് നന്ദുന് നിൽക്കാൻ പറ്റും. ദേവി, നീ എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കരുത്. നന്ദു ഒന്നും പറയണ്ട. എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. ദേവി, ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടേന് ഞാൻ എന്ത് പഴച്ചു? ഞാൻ എന്തിനാ അത് മൈൻഡ് ചെയ്യണം? അവളായിട്ടിട്ടത് ശരി എങ്കിൽ ഈ പോസ്റ്റ് പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞ് നന്ദുനൊരെണ്ണം തിരിച്ചിടാൻ പറ്റുമോ? അല്ലെങ്കിൽ മീരെ കൊണ്ട് ആ പോസ്റ്റ് പിൻവലിപ്പിക്കാൻ പറ്റുമോ? കണ്ടോ, നന്ദുന് മറുപടി പറയാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേവി, നന്ദു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ? മീരെ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതങ്ങ് നടക്കട്ടെ എന്ന് എപ്പോഴെങ്കിലും നന്ദുവിന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്തൊക്കെയാ ചോദിക്കുന്നതെന്നോ പറയുന്നതെന്നോ എനിക്കറിയില്ല. എനിക്ക് ഭ്രാന്ത് വന്ന പോലെ തോന്നുന്നു. ദേവി, എനിക്ക് പേടിയാവുക. എന്നെ വിട്ടു പോവല്ലേ നന്ദു? എന്നെ ഒറ്റയ്ക്കാക്കല്ലേ? ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ലെന്ന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ ധൈര്യമൊക്കെ പോയി. ദേവി, ഇനി ആര് വിചാരിച്ചാലും ഒന്നും നടക്കില്ല. മരണത്തിനെ നമ്മൾ തമ്മിൽ പിരിക്കാൻ പറ്റൂ? നീ സമാധാനായിട്ടിരിക്കെ. നീ ഇല്ലാതെ ഈ നന്ദുമില്ല.
കണ്ടോ? താങ്ക് യു ഡി. ആ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തതാ. നന്നായിരുന്നല്ലോ അല്ലേ? ആ ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. മോളെ, ആ ആന്റി, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റ്സ്. മോള് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഒരു ആർട്ടിസ്റ്റിനെ പോലെ തോന്നി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു ആന്റി. നന്ദൻ കണ്ടോ ആന്റി? അതാ എനിക്കറിയേണ്ടത്. നന്ദൻ എന്തു പറഞ്ഞു? അതോ ഇനി കണ്ടിട്ടില്ലേ? അത് കണ്ടെങ്കി വിളിക്കുമായിരുന്നല്ലോ. രജനി ചേച്ചി കണ്ടിരുന്നോ? വല്ലതും പറഞ്ഞോ? എല്ലാം മോള് നേരിട്ട് തന്നെ ചോദിക്കേ, അവരഭിപ്രായം പറയും. ശരി ആന്റി, അതാ അതിന്റെ ഒരു രീതി. എനിക്ക് ഒരുപാട് കോളുകൾ വന്നോണ്ടിരിക്കുക. എന്തായാലും ഇനി കല്യാണത്തിന് കാർഡടിക്കണ്ട. അറിയണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മോള് കോൾ എടുക്ക്. ഹലോ. ആ, കണ്ടിരുന്നോ? താങ്ക് യു. തലേന്ന് തന്നെ വന്നോ? ആ, റൂമൊക്കെ സെറ്റാക്കാം. ഓക്കെ ഡി. ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും ഒക്കെ കൂടി വരുന്ന തോന്നുന്നേ. ആന്റി, മണീസ് കുറെ ഇറങ്ങും. നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കും. താങ്ക് യു ആന്റി. ഞാനേ ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാരും ഇത് എവിടെ പോയി? നന്ദ, ആ രജനി ചേച്ചി, ഞാൻ ചെയ്ത വീഡിയോ കണ്ടായിരുന്നോ? ഞാനൊരു വിളി പ്രതീക്ഷിച്ചു. ആ, അച്ഛനാണല്ലോ. ഓ, ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കും. പോസ്റ്റ് കണ്ടല്ലേ ബലരാമ? അത് കണ്ടിട്ട് വിളിക്കുന്നല്ലേ? നീ ഞങ്ങൾക്കൊരു ചാൻസ് തന്നില്ലല്ലോ മോളെ, ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്. ആ, എന്തായാലും ഗംഭീരമാവട്ടെ. ഞങ്ങൾക്ക് സന്തോഷമായി. താങ്ക് യു അച്ഛാ. ആ മോളെ, സിദ്ധു ഇല്ല എവിടെ? ആ, ഒരു സെക്കൻഡേ. അങ്കിൾ എവിടെ? അച്ഛൻ റൂമിലുണ്ടാവും. ബെസ്റ്റ് ഫ്രണ്ടേ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ശരി മോളെ. ആന്റി, ബലരാമനാ. അങ്കിളിനോട് സംസാരിക്കണം. ഒരു മിനിറ്റേ. ആ, ഓക്കെ ഓക്കെ. ഹായ് അങ്കിൾ, എന്റെ വീഡിയോ കണ്ടായിരുന്നോ? ആരും കാണിച്ചു തന്നില്ലല്ലേ? ആ, അത് വിട്. അങ്കിളിനൊരു കോളുണ്ട്. ബലരാമനാ. അച്ഛാ, ദാ സിദ്ധു അങ്കിൾ എന്റെ തൊട്ടടുത്തുണ്ട്. ഭാവി മരുമോന്റെ അച്ഛനോട് വിശദമായിട്ട് സംസാരിക്കേ. ദാ അങ്കിൾ, സംസാരിക്കേ. സംസാരിക്കങ്കിൾ. അച്ഛാ, ഞാൻ ലൗഡ് സ്പീക്കർ ഇടാണേ. ബലരാമ, സന്തോഷായടോ സിദ്ധു. ഇന്നിപ്പോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഒരാൾ ഞാനായിരിക്കും.
ഒന്ന്, തനിക്ക് ശബ്ദം കിട്ടിയതിന്റെ സന്തോഷം. മറ്റൊന്ന്, നമ്മുടെ രണ്ടുപേരുടെയും കുടുംബം ഒന്നിക്കുന്നതിന്റെ സന്തോഷം. അവളുടെ വീഡിയോ കണ്ടപ്പോഴാ അവൾ എത്രമാത്രം ത്രില്ലാണെന്ന് മനസ്സിലായത്. ഈ ഒരു സന്തോഷം അവൾക്ക് കിട്ടിയത് ചന്ദ്രോത്തുകാരുടെ സ്നേഹവും കരുതലും ഒക്കെ കൊണ്ടാ. ഈ സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് ജീവിതാവസാനം വരെ നിലനിൽക്കണം. സിദ്ധു, നമുക്ക് ഈ വിവാഹം ഒരു സംഭവമാക്കണം. ഞാൻ അതിന്റെ ആവേശത്തിലേക്ക് വീണു കഴിഞ്ഞടോ. താനെന്താടോ ഒന്നും മിണ്ടാത്തേ? ആ ഞാൻ പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ? എന്താടോ? കേട്ടു. ശബ്ദത്തിനൊരു ആ ശരിയാ. അധികം സ്ട്രെയിൻ ചെയ്യണ്ട. ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയല്ലേ ഉള്ളൂ. അധികം സംസാരിക്കണ്ട. ആ ഓക്കെ സിദ്ധു, ഓക്കെ. ഓക്കെ. അങ്കിളിന് എന്തോ ഒരു വിഷമം പോലെ. വല്ല വയ്യാഴികയുണ്ടോ? ഇല്ല. നോക്കേച്ചി, ഞാൻ ഇത്രയും സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്തിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് പോലും ചെയ്തില്ല. എന്തോ പ്രശ്നമുണ്ട്. ആ അയ്യോ മോളെ, ഇപ്പോ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ. അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും അല്ലേ സിദ്ധു? ഓ ആണോ? എന്നാ അങ്കിള് റെസ്റ്റ് എടുക്ക്. ചേച്ചി, ഒരു ലോഡ് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവളുടെ ഒരു സന്തോഷം കണ്ടോ? സിദ്ധു, ഇതൊന്നും ഞാൻ ചെയ്യിക്കുന്നതല്ല. അവളുടെ ആഗ്രഹം സാധിക്കുമെന്നുള്ള മോഹത്തിൽ മീര തന്നെ ചെയ്യുന്നതാ. അതൊക്കെ മനസ്സിലാവുന്നുണ്ടമ്മേ. ആരാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നെന്ന് പറയാതെ തന്നെ അറിയാം. എന്റെ വാക്കുകൾ ആരും മുഖവിലേക്ക് എടുക്കണ്ട. നടക്കട്ടെ. അച്ഛാ, നന്ദനുമായിട്ടുള്ള എന്റെ വിവാഹം ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നടക്കാൻ പോവാ. ഇതൊരു പ്രീ വെഡിങ് വീഡിയോ. ബാക്കി കാര്യങ്ങൾ ഇപ്പൊ എന്തായി? സമാധാനമായല്ലോ അല്ലേ? മതിയായി, ജീവിച്ച് മതിയായി എനിക്ക്. മാധവേട്ട, എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയാ മതി. ആ ഒരാഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തീരുവോ ഈ പ്രശ്നം? എനിക്ക് അവളെ ഇപ്പം കാണണം. അവളുടെ കല്യാണമല്ല, 16 അടിയന്തരാ ഞാൻ നടത്താൻ പോകുന്നത്. മോളെ നിക്ക് മോളെ. അച്ഛൻ വീട്. അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ വീട്. മോളെ, അവളെ ഞാൻ തല്ലൂന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ അവളെ കൊല്ലാനാ പോകുന്നേ. സത്യം. അവളെ കൊന്നിട്ട് ആ വീഡിയോ ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യും. മോളെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛന്റെ അപേക്ഷയാ. സമാധാനായിട്ടിരിക്കെ. പല സമയത്തും സംഭവിച്ചതുപോലെ ഇതിനൊരു പരിഹാരം താനേ ഉണ്ടാവൂ. എന്ത് പരിഹാരം മാധവേട്ട? ആര് പരിഹരിക്കുന്ന ഈ പറയുന്നേ? കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടായി. ദേ ഇനി അടുത്തതും.
ഇതിന്റെ പേരിൽ ചോദിക്കാൻ പോയാ അടുത്ത പ്രശ്നം ഉണ്ടാവും. അച്ഛൻ കണ്ടില്ലേ അവളുടെ കല്യാണ പ്രഖ്യാപനം? അവള് പ്രഖ്യാപിച്ചാ പോരല്ലോ, നടത്തേണ്ടത് ദൈവമല്ലേ. നോക്ക്, അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ദൈവം സമ്മതിച്ചോ? ഇതങ്ങനെയാണോ മാധവേട്ട? കല്യാണ തീയതി വരെ പറഞ്ഞേക്കുവാ, ആളിന്റെ പേരും നാളും ഉൾപ്പെടെ. രാധികെ, അവള് പറയട്ടെ. ആൾക്കാർ ചോദിക്കുമ്പം നന്ദൻ എന്തായിരിക്കും മറുപടി പറയുന്നത്? അതിനല്ലേ പ്രാധാന്യം. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലെന്ന് നന്ദൻ പറയുമ്പോ അപ്പൊ പരിഹാസപാത്രമാകാൻ പോകുന്ന ആരാ? അതിട്ടവർ തന്നെ. കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാം, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയും. എല്ലാവരും എല്ലാം തിരിച്ചറിയും. അപവാദങ്ങളുണ്ടാവും. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ സെമന്തകം മോഷിച്ചു എന്ന് അപവാദം കേട്ടില്ലേ? അവസാനം എന്തായി? അത്രേ ഉള്ളൂ, സത്യമേ ജയിക്കൂ. എന്റെ ഈശ്വര, എന്റെ മോളെ കൈവിടരുത്.